നമ്മുടെ കൂടെ തമിഴ്നാട് നിന്നുള്ള കുറച്ച് സ്വാമിയാരോട് ഗുരുസ്വാമീന ಸ್ವಾಮಿ. ಓಕೆ, ನಿಮ್ಮ ಹೆಸರು? ಕುಮಾರಸ್ವಾಮಿ ಸ್ವಾಮಿ. നക്ഷത്ര മോള് അയ്യൻ്റെ തിരുനടയിൽ ചോറൂണിന് വേണ്ടി പോയതാണ്. എന്ത് പറയാന്, വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. നമുക്ക് നമ്മുടെ ശബരിമല യാത്രയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. ഒന്നാം ഭാഗം കാണാത്തവർ നമ്മുടെ ചാനലിൽ തന്നെ ഒന്നാം ഭാഗം കൂടി ഒന്ന് കാണുക. കണ്ടാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ആസ്വാദനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ആദ്യം നിന്ന ക്യൂവിലേക്ക് വരുന്നു. ക്യൂവിൽ നിന്നും നേരെ നമ്മൾ മല കയറാനുള്ള തുടക്കത്തിലാണ് എല്ലാവരും തന്നെ. മൊത്തം ഞങ്ങൾ 4 പേരാണ് മല കയറാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ക്യൂവിലെത്തിയിട്ടുണ്ട്. തിരക്ക് കൂടി വരുന്നു, നല്ല തിരക്ക് കൂടി വരുന്നു. ആദ്യം നിങ്ങൾ കണ്ടു. അങ്ങനെ നമ്മൾ അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലേക്ക് കയറാൻ പോവുകയാണ്. പമ്പ ഗണപതി ക്ഷേത്രത്തിൻ്റെ ഇറങ്ങി വന്നിട്ട് നമ്മളിപ്പോൾ നീലിമല കയറാൻ പോകുന്നു. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നമ്മുടെ കൂടെ തമിഴ്നാട് നിന്നുള്ള കുറച്ച് സ്വാമിയാരുണ്ട്. സ്വാമി എവിടെ? തമിഴ്നാട്ടിൽ എങ്ക ഊർ? തമിഴ്നാട് വേലൂർ എങ്ക? നിയർ ബൈ ബോർഡർ എങ്ക இருக்குது? വേലൂർ ഡിസ്ട്രിക്റ്റ് വെല്ലൂർ. ഓക്കെ, നമ്മളിപ്പം വെല്ലൂരിലുള്ള സ്വാമിയാരുടെ കൂടെയാണുള്ളത്. ಸ್ವಾಮೀಜಿ ಕರ್ನಾಟಕದಿಂದ ಓಕೆ, ಅದರಲ್ಲಿ 12 ಸ್ವಾಮೀಜಿಗಳು ಕರ್ನಾಟಕದಿಂದ ಬಂದಿದ್ದಾರೆ. ಓಕೆ, ಮೈಸೂರಲ್ಲಿ ಎಲ್ಲಿ ಮನೆಯಲ್ಲಿ? ಕುವೆಂಪುನಗರ ಸ್ವಾಮಿ. ಕುವೆಂಪುನಗರ. ಓಕೆ ಸ್ವಾಮಿ, ಎಲ್ಲ ಸ್ವಾಮಿಗಳು 12 ಸ್ವಾಮಿಗಳು ಅಲ್ಲಿಂದ ಬಂದಿವಿ ಸ್ವಾಮಿ. ಓಕೆ, ಎಷ್ಟು 12 ಸ್ವಾಮಿಗಳಿದೆಯಾ ಮೈಸೂರಿನ? ಅಲ್ಲ, ಈ ಸರಿ 12 ಬಂದಿವಿ. ಇನ್ನು ತುಂಬಾ ಜನ. ನೀವು ಗುರುಸ್ವಾಮಿನ? ಏನೋ ಸ್ವಾಮಿ. ಓಕೆ, ನಿಮ್ಮ ಹೆಸರು? ಕುಮಾರಸ್ವಾಮಿ ಸ್ವಾಮಿ. ಕುಮಾರಸ್ವಾಮಿ. ಓಕೆ, ಮೈಸೂರು ಊರು ಬಂದು ಮೈಸೂರು ಸ್ವಾಮಿ. ಓಕೆ, ನಿಮ್ಮ ಹೆಸರು ಗೊತ್ತಾಗಲಿಲ್ಲ ಸ್ವಾಮಿ? ನನ್ನ ಹೆಸರು ಅನೂಪ್ ಚಂದ್ರ ಅಂತ. ಸ್ವಾಮಿ, ನನ್ನ ಮನೆ ಬಂದು ಇಲ್ಲೇ ಟ್ರಿವಾಂಡ್ರಮಲ್ಲಿ ಇರೋದು. ತ್ರಿವೇಂದ್ರಮ. ಹೌದು ಸ್ವಾಮಿ. ಓಕೆ, ನಿಮ್ಮನ್ನು ನೋಡಿ ನಾನು ಖುಷಿ ಆಗ್ಬಿಟ್ಟೆ. ಓಕೆ, ಸಂತೋಷ ಸ್ವಾಮಿ. ಓಕೆ, ಎಷ್ಟು ವರ್ಷದಿಂದ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ರಿ ಸ್ವಾಮಿ? ನಾನೊಂದು 20 ವರ್ಷ. ಸ್ವಾಮಿ ಶರಣ. ಶಬರಿಮಲೆ ಬಂದು ಒಂದು 25 ವರ್ಷ ಆಯಿತು. ನಾನು ಲಾಸ್ಟು 10th ಕ್ಲಾಸಲ್ಲಿ ಇರುವಾಗ ಟೈಮಲ್ಲಿ ಶಬರಿಮಲೆ ಬಂದಿರೋದು. ಈಗ ನೆಕ್ಸ್ಟು ಈಗ ಅದು ಸ್ವಾಮಿ ಕರಿಬೇಕಲ್ಲ, ಇಲ್ಲಾದರೆ ನಮಗೆ ಸುಮ್ಮನೆ ಬರೋಕ್ಕೂ ಆಗಲ್ಲ. ಸತ್ಯ. ಯಾವತ್ತೂ ಬರಬೇಕು ಅಂತ ಸ್ವಾಮಿ ಹೇಳಬೇಕಷ್ಟೇ. ನಮ್ಮ ಹತ್ರ ಏನೂ ಇಲ್ಲ, ಎಲ್ಲ ತತ್ವಮಸಿ ಅಷ್ಟೇ. ಸ್ವಾಮಿಯೇ ಸ್ವಾಮಿಯೇ ಅಯ್ಯಪ್ಪೋ ಅಯ್ಯಪ್ಪೋ ಸ್ವಾಮಿಯಪ್ಪ ಎನ್ ಗುರುನಾಥ ಸ್ವಾಮಿಯೇ ಅಯ್ಯಪ್ಪೋ നീലിമല ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ശബരിമല യാത്രയുടെ ഒരു പ്രധാന ഇടത്താവളമൊന്നുമല്ല, മല കയറി വന്ന് ഒന്ന് ലെവലാവുന്നൊരു സ്ഥലമാണ് നീലിമല ടോപ്പ്. ഇപ്പം ഞാൻ നീലിമല ടോപ്പിലാണുള്ളത്. നമ്മുടെ കുഞ്ഞു സ്വാമിമാരുണ്ട്, അവരെല്ലാം നീലിമല ടോപ്പ് ഓടിക്കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ നീലിമല കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്ററോളം സന്നിധാനത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങളെല്ലാവരും വളരെ ആവേശത്തോടെ ശരണവിളികളോടെ മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ആദ്യത്തെ മലയാണിത്, കഞ്ഞിമലയാണ്. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ നമ്മൾ കരിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഞാനിപ്പോൾ ഉള്ളത് അപ്പാച്ചിമേട് ബോട്ടത്തിലാണ്. അപ്പാച്ചിമേട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പാച്ചിമേട് കഴിഞ്ഞാൽ അടുത്തത് കരിമലയാണ്. അങ്ങനെ നമ്മുടെ ശബരിമല യാത്രയിലെ വളരെ കുത്തായിട്ടുള്ള മല നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വളരെ കുഞ്ഞ് അയ്യപ്പ സ്വാമിമാർ, കുഞ്ഞു മാളികപ്പുറങ്ങൾ
എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി മല കയറുന്നു. കൊച്ചുകുട്ടികളെല്ലാം ഇഷ്ടവഴിപാടായ ഉണ്ട വഴിപാട് അപ്പാച്ചിമേട്ടിൽ സമർപ്പിക്കാം. സ്വാമി അയ്യപ്പനെ കാണാനെത്തുന്ന ഭക്തർക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അപ്പാച്ചിമേടിലാണ്. അപ്പാച്ചിമേടിലെ ഉണ്ട വഴിപാട്, അതായത് കന്നി അയ്യപ്പന്മാർ 2 ഉണ്ട വാങ്ങിച്ച് ഇടത്തോട്ടും 2 ഉണ്ട വാങ്ങി വലത്തേക്കും എറിയണമെന്നാണ് ഐതിഹ്യം. നമ്മുടെ കന്നിസ്വാമി ഉണ്ട എറിയുന്നുണ്ട്. ഞാൻ കന്നിസ്വാമി അല്ല, എന്നിരുന്നാലും ഞാനും ഉണ്ട എറിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു, എല്ലാവർക്കും എറിയാമെന്ന് ചോദിച്ചു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വീണ്ടും അതികഠിനമായ മലകയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി ശരണയ്യപ്പ, ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ മല കയറുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ, ഇപ്പോൾ നമ്മൾ അപ്പാച്ചിമേട് പൂർത്തീകരിച്ചു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ശരംകുത്തിയിലേക്കാണ്. ഈ ശരംകുത്തിയിലേക്കുള്ള യാത്രയാണ്. നമുക്കിപ്പോഴാണ് അല്പം ഒരു ഇറക്കം കിട്ടുന്നത്. ഇതുവരെ നമുക്ക് കയറ്റമായിരുന്നു. ഇവിടുന്ന് നമുക്ക് ചെറിയൊരു ഇറക്കം ഉണ്ട്, നല്ല തിരക്കുണ്ട്. അപ്പാച്ചിമേട് കഴിഞ്ഞ് നമ്മളിപ്പോൾ ചെറിയൊരു ഇറക്കം പോലെ നമുക്ക് വന്നായിരുന്നു. നമ്മൾ നേരെ ശബരിപീഠത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി കുറച്ച് ശബരിപീഠത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. ഇത് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ മല കയറാനായിട്ട് ഇച്ചിരി വൈകി, അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ കന്നിസ്വാമിമാർ ശരം വഴിപാട് അവർക്ക് നടത്താവുന്നതാണ്, ശരവഴിപാട് നടത്താവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സച്ചു സ്വാമികൾ എന്തായിരുന്നാലും ശരംകുത്തിയിൽ ശരം എറിയുന്നതായിരിക്കും. സച്ചുസ്വാമി, ശരം എറിയാൻ റെഡിയാണോ? അങ്ങോട്ട് നോക്കി പറ, ക്യാമറ നോക്കി പറ. റെഡിയാണ്, ഓക്കെ. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് വഴിപാട് കൗണ്ടറാണ്. ഇവിടെ ശരം വാങ്ങാൻ കിട്ടും. ഇതാ ഇരിക്കുന്നതാണ് ശരം. ഇതാണ് ശരം. ഇതാണ് നമ്മുടെ കന്നിസ്വാമിമാർ നേർച്ചയായി നടത്തുന്ന ശരവഴിപാട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ശബരി പീഠം എന്ന് പറയുന്നത്. ഈ ശരം ഒന്ന് കാണിച്ചു തരാം. എന്തൊക്കെ രീതിയിലുള്ള ശരമാണ് ഇവിടെ ഉള്ളതെന്ന് നമ്മൾ കാണിച്ചു തരാം. ചേട്ടാ, ഇതെന്ത് ശരം? ഇതെന്തായിരുന്നു ഗത? നാലാമത്തെ. ഓക്കെ. ഈ വാള് എത്രാമത്തെയാണ് വാള്? ഓക്കെ. ഇത് എത്രയാ? ഇത് ഗത എത്രയായിരുന്നു? ഗത എത്രയാ? അപ്പം ഇതെവിടെ വെക്കേണ്ട ഗത? ഓക്കെ. അപ്പം ഞാൻ 4ാമത്തെ മലയാണ് വരുന്നത്. അപ്പം ഞാനൊരു ഗത വാങ്ങിക്കുകയാണ്. 4ാമത്തെ മലയായതുകൊണ്ട് ഹനുമാൻ സ്വാമിയുടെ ഗതയുമായിട്ടാണ് വരുന്നത്. ഈ ഗത ശബരിപീഠത്തിൽ സമർപ്പിക്കുന്നതാണ്. ശരം കുത്തിയിട്ട് പോവാണ്. ഹനുമാൻ സ്വാമിക്കുള്ള ഗത സമർപ്പിക്കുകയാണ്. അങ്ങനെ ഗത സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ശരംകുത്തിയിൽ ഗത സമർപ്പിച്ചിട്ട് നേരെ ശബരിപീഠം എത്തി. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സന്നിധാനത്തിലേക്ക് പോകുന്നതാണ്. ഉപ്പും പഞ്ചസാരയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിക്കാം. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അടുത്ത യാത്രയാകാം. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ 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 അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സ്വാമി ശരണം. നമ്മുടെ ശബരിമല യാത്രയിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് മരക്കൂട്ടം എന്ന സ്ഥലത്തേക്കാണ്. ഇപ്പം മരക്കൂട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ വരുന്നത്. ഇതാണ് മരക്കൂട്ടം. എനിക്ക് തോന്നുന്നു ഇവിടെ ഒത്തിരി മരങ്ങളായി ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ടായിരിക്കാം മരക്കൂട്ടം എന്നറിയപ്പെടുന്നത്. അപ്പം മരക്കൂട്ടത്തിൽ നിന്നും വീണ്ടും നമ്മൾ സന്നിധാനത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. മരക്കൂട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കുറച്ച് പേരെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ ഡോളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുട്ടികൾ അവരുടെ പാരൻസിൻ്റെ തോളിലിരുന്ന് പോകുന്നുണ്ട്. രാത്രി ആയതുകൊണ്ടാണ് നമുക്കിവിടുത്തെ കാനന ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കാത്തത്. ഇപ്പോൾ നമ്മൾ നടപ്പന്തൽ കയറി തുടങ്ങിയിട്ടുണ്ട്. നടപ്പന്തലിൽ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, ഭഗവാനെ കാണാൻ സാധിക്കും. അങ്ങനെ നടപ്പന്തലിൻ്റെ അകത്തുകൂടി നമ്മൾ നേരെ 18ാം പടിയുടെ താഴേക്കുള്ള വഴി ലക്ഷ്യമാക്കി 18ാം പടിയുടെ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ 18ാം പടിയുടെ താഴെ എത്തുന്നതാണ്. എത്തിക്കഴിഞ്ഞു. 18ാം പടിയുടെ താഴെയുള്ള ആൽമരത്തിലെത്തി. ഈ ആൽമരത്തിൻ്റെ മുൻവശത്താണ് 18ാം പടി. ആ മുകളിൽ കാണുന്നതാണ് നമ്മുടെ അയ്യൻ്റെ തിരുനട. ഈ 18ാം പടി കയറി വേണം നമ്മൾ നേരെ അയ്യൻ്റെ തിരുനടയിലേക്ക് വരാൻ. അങ്ങനെ പുണ്യമായ 18ാം പടി കയറി
നമ്മൾ നേരെ അയ്യൻ്റെ തിരുനടയിലെത്തി. ഇവിടുന്ന് ചെറിയൊരു ക്യൂ നിന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് വന്നാൽ നമുക്ക് അയ്യനെ നേരിട്ട് അയ്യനെ കണ്ട് അയ്യൻ്റെ അനുഗ്രഹം നമുക്ക് വാങ്ങാം. അപ്പോൾ നമ്മൾ അയ്യപ്പസ്വാമിയുടെ ദർശനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പുണ്യദർശനം, അയ്യപ്പസ്വാമിയുടെ പുണ്യദർശനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ശൈവമതം, വൈഷ്ണവമതം, ശാക്തേയം, ശ്രമണമതം എന്നിവയുടെ ഒരു സമ്മിശ്രമാണ് വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള തത്വമസി, അത് നീയാകുന്നു എന്ന മഹാവാക്യം ഈ ക്ഷേത്രത്തിന് മുന്നിലായി വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. തത്വമസി എന്നത് തന്നെ ഏറ്റവും വലിയൊരു അർത്ഥമുള്ളൊരു വാക്യമാണ്. അതായത് അത് നീയാകുന്നു, നീ ആരെയാണോ കാണാൻ വന്നത് അത് നീയാകുന്നു എന്നൊരു ആശയമാണ് ശബരിമല നമുക്ക് തരുന്നത്. ഇപ്പോൾ ഞാനുള്ളത് അയ്യൻ്റെ തിരുനടയിൽ സന്നിധാനത്ത്, അയ്യൻ്റെ തിരുനടയിൽ കൊടിമര ചുവട്ടിലാണ് ഞാനുള്ളത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകതരം എന്ത് ഫീലാണ് എന്നുള്ളത് നമുക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ, ഈ കൊടിമര ചുവട്ടിൽ നിൽക്കുന്നൊരു ഫീല് നമുക്ക് നേരിട്ട് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ ഹരിവരാസനം എല്ലാം അതിഗംഭീരമായി നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മീഡിയകളിലോ കാണും പോലെ അല്ല, ഹരിവരാസനം നമുക്ക് നേരിട്ട് കേട്ട് തൊഴുന്നതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകുന്നേരം നട തൊഴുതു, ഹരിവരാസനം പാടി. ഹരിവരാസനം സമയത്ത് നമ്മൾ വൈകുന്നേരം ഇന്നലെ ഒന്ന് നട തൊഴുതു. വളരെ ഒരു മണിക്കൂറിനകത്തുള്ള ക്യൂ ഉള്ളായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ നട തൊഴുതു. ഇന്ന് വീണ്ടും നമ്മൾ 18-ാം പടി അടിച്ചു കയറി നെയ്യഭിഷേകം, മാളികപ്പുറം എല്ലാം സന്ദർശിച്ചു. ഇപ്പോൾ തിരിച്ച് മലയിറങ്ങുന്നതിന് മുമ്പായി നമ്മൾ വാവരുസ്വാമിയുടെ നടക്കിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് വാവരുസ്വാമിയുടെ നടക്ക് എത്താൻ കഴിഞ്ഞില്ല. നേരെ 18-ാം പടി കയറി പോവുകയാണ് ചെയ്തിരുന്നത്. നമുക്ക് വാവരുസ്വാമിയുടെ നട കാണാം. സർവ്വവിധ മതങ്ങളെയും ഒരുപോലെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ശബരിമല അയ്യൻ്റെ 18-ാം പടിക്ക് താഴെ വാവരുസ്വാമിയുടെ നടയിൽ കാണുന്നത്. എവിടെയാ വീട്? എവിടെയാ? പാലക്കാട്. അത് ഒരു മതമൈത്രിയുടെ അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായ വാവരുസ്വാമി. അപ്പോൾ ഇത് 18-ാം പടിയുടെ തൊട്ട് താഴെ തന്നെയാണ് വാവരുസ്വാമിയുടെ നട. അപ്പോൾ അതിന് ചുറ്റിലേക്കുള്ള വിഷ്വലിലേക്ക് നമുക്ക് പോകാം. നടപ്പന്തൽ, അത് കഴിഞ്ഞാൽ 18-ാം പടി, കൊടിമരം, അയ്യപ്പസ്വാമിയുടെ നട. അയ്യപ്പന്മാരെ വിരിവെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 18-ാം പടിയുടെ താഴേക്ക് പോകാം. പൊന്നു 18-ാം പടിയുടെ താഴെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. അയ്യൻ്റെ പൊന്നു 18-ാം പടിയുടെ താഴെയാണ് നമ്മളുള്ളത്. ഇപ്പോൾ ക്യൂവിൽ നിന്ന് നടപ്പന്തൽ വരുന്ന ഭക്തജനങ്ങൾ നേരെ 18-ാം പടിയിൽ തേങ്ങ ഉടച്ചാണ് അയ്യൻ്റെ തിരുനടയിലേക്ക്, തത്വമസി അയ്യൻ്റെ തിരുനടയിലേക്ക് പോകുന്നത്. 18-ാം പടി കയറി മുകളിൽ കാണുന്നതാണ് കൊടിമരം. മലയുടെ മുകളിലിരുന്ന് നമുക്കെല്ലാം അനുഗ്രഹം തരുന്ന അയ്യപ്പസ്വാമിയുടെ 18-ാം പടിയുടെ തൊട്ട് താഴെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ആ കാണുന്നതാണ് 18-ാം പടി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അയ്യപ്പസ്വാമിയുടെ പുണ്യ ദർശനം കഴിഞ്ഞു മല ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അനന്തപുരി മീഡിയ നിങ്ങളുടെ മുന്നിലേക്ക് അടുത്ത് വരുന്നത് മല ഇറങ്ങുന്ന വീഡിയോകളും കാഴ്ചകളും ആയിട്ടാണ്. ഇന്നലെ വൈകുന്നേരം ഞങ്ങളിവിടെ മല കയറുകയും ഈ ഒരു വിശേഷ ദിവസത്തിൻ്റെ ഭഗവാന്റെ ദർശനം നമുക്ക് നല്ല രീതിയിൽ കാണാനും തൊഴുവാനും കുട്ടികളുമായിട്ട് വരാനും ഞങ്ങൾ കഴിഞ്ഞതിൽ ഭഗവാനോട് നന്ദി ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ മല ഇറങ്ങാൻ പോവുകയാണ്. അയ്യൻ്റെ തിരുനടയിൽ നിന്നും
മലയിറങ്ങി വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികൾക്കുള്ള മാലയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങാൻ കിട്ടും. ഇതാ കാനന ഭംഗിയിൽ നമുക്ക് കുരങ്ങന്മാരെയൊക്കെ കാണാം. ഇത് നമ്മുടെ കാടിൻ്റെ മക്കളാണ്. ഇത് നേരെ നമ്മൾ ഈ ആരോ മാർക്ക് കിടക്കുന്ന പമ്പയിലേക്കാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിമധ്യേ കണ്ടത് വെറും 5 മാസം മാത്രം പ്രായമുള്ള നക്ഷത്ര എന്നൊരു മോളയാണ്. കുഞ്ഞു മാളികപ്പുറമാണ് നക്ഷത്ര. അങ്ങനെ നക്ഷത്രയുടെ തൃശ്ശൂർ നിന്നാണ് അവർ വരുന്നത്. നക്ഷത്രയുടെ വീട് തൃശ്ശൂറാണ്. നക്ഷത്രയുടെ അച്ഛനും അമ്മൂമ്മയും ആണ് നക്ഷത്ര മോളെ കൊണ്ടുവന്നിരിക്കുന്നത്. നക്ഷത്ര മോളെ ഒരു ബഹളവുമില്ലാതെ വളരെ ശാന്തമായി പാലും വെള്ളവും എല്ലാം കുടിച്ചുകൊണ്ട് വളരെ സഹകരിച്ചാണ് നിൽക്കുന്നത്. നക്ഷത്ര മോള് അയ്യൻ്റെ തിരുനടയിൽ ചോറൂണിന് വേണ്ടി പോയതാണ്. ചോറൂണ് കഴിഞ്ഞ് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് തിരിച്ച് ആളുകളെ ഡോളിയിലേക്ക് കൊണ്ടുപോകുന്ന വിഷ്വലാണ് നമ്മൾ കാണുന്നത്. അതികഠിനമാണ് ഡോളിക്കാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. വളരെ എന്തു പറയാനാ, വളരെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും. ഇതിപ്പോൾ മലയാത്രയിൽ മധ്യഭാഗത്ത് വെച്ച് ഒരു മല കയറിയ അയ്യപ്പസ്വാമിക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഉടൻ തന്നെ എമർജൻസി റെസ്ക്യൂ വെഹിക്കിൾ വന്ന് അദ്ദേഹത്തിനെ കയറ്റി നേരെ പമ്പ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഇതാണ് നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോളിയിലൊരു കുഞ്ഞുമായിട്ട് ഒരാൾ ഇറങ്ങി വരുന്നു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെരിയാർ ടൈഗർ റിസർവാണ്. പമ്പ റേഞ്ചാണ്. ഇത് പൂങ്കാവനത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്തു പറയാനാണ്, ടൈഗറുണ്ട്. അപ്പോൾ അതിൻ്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ഇത് കണ്ണൂരിൽ നിന്ന് വന്നൊരു സ്വാമികളാണ്, അദ്ദേഹമായിട്ട് സംസാരിച്ച് വരുന്നുണ്ട്. അയ്യൻ്റെ പൂങ്കാവനം ഇറങ്ങി താഴേക്ക് വരുന്ന വഴിയാണ്. ഇതൊരു ചെറിയൊരു അരുവിയാണ്. നമ്മുടെ കാടിനകത്തോടുള്ളൊരു ചെറിയൊരു അരുവിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രധാനമായും 2 വഴികളാണുള്ളത്. കയറി പോകാനൊരു വഴിയും ഇറങ്ങി വരാൻ ഒരു വഴി. അപ്പോൾ ഇറങ്ങി വരുന്ന വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. വളരെ തണുത്തതും സുഖകരമായൊരു വെള്ളം. ഇതിൽ ചവിട്ടി നിന്നപ്പോൾ തന്നെ കാലിൻ്റെ വേദനകളും എല്ലാം പമ്പ കടന്നു. ഇനി നമ്മളൊരു മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പമ്പയിലെത്തുന്നതാണ്. ചേട്ടാ, നമ്മുടെ ഈ ട്രോളിയിൽ ഉപയോഗിക്കുന്നത് എന്ത് പ്രത്യേകതരം കമ്പാണോ? ഇതെന്തായിരുന്നു? യൂക്കാലിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം എത്ര ട്രിപ്പ് പോകും മുകളിലോട്ട്? 2, മാക്സിമം 2. അങ്ങനെ നമ്മൾ തിരിച്ച് പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നാളികേരം ഉടയ്ക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പമ്പ ഗണപതിയെ വണങ്ങി നാളികേരം ഉടച്ചതിന് ശേഷം നമ്മുടെ മാല പമ്പ ഗണപതി അമ്പലത്തിൽ വെച്ച് നമ്മൾ ശബരിമല യാത്ര പൂർണ്ണമാക്കിയതിൻ്റെ മാല ഊരുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാമി ശരണം. തിരിച്ച് നമ്മൾ പമ്പ ഗണപതി അമ്പലത്തിൻ്റെ മുന്നിലെത്തി. പമ്പ ഗണപതിയുടെ മുമ്പിൽ തേങ്ങ ഉടച്ച് മാല ഊരി തിരിച്ച് പമ്പയിലേക്കാണ്. ഇവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നതാണ്. അങ്ങനെ ഒരു ശബരിമല യാത്ര അയ്യൻ്റെ അനുഗ്രഹം കൊണ്ട് പരിപൂർണ സാഫല്യമായി